നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. മതി. ദൈവം കയീനോട് പറയുന്ന വാക്കാണ്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും, അല്ലെങ്കിൽ ദൈവം നിന്നെ അംഗീകരിക്കും. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാണ്, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ദൈവം നമ്മോട് പറയുന്ന വാക്ക് നന്മ ചെയ്ത് ജീവിക്കുക, നന്മ തിരഞ്ഞെടുക്കുക. നന്മയും തിന്മയുമുള്ള ലോകത്ത്, നന്മയും തിന്മയുമുള്ള തോട്ടത്തിൽ തിന്മയെ കണ്ട് തിന്മയെ ഇല്ലാതാക്കാൻ നോക്കണ്ട, തിന്മയുണ്ട്. എന്നാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ വാക്കാണ്, നന്മയും തിന്മയും നിറഞ്ഞ ലോകത്ത് നന്മ തിരഞ്ഞെടുത്ത് ജീവിക്കുക. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ചെയ്താൽ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ 2 ആഴ്ചകളിലായിട്ട് മനസ്സിലാക്കി. യൂദാ ഇസ്കാരിയോത്തിനെയും പത്രോസിനെയും നമ്മൾ താരതമ്യം ചെയ്തു. ദാവീദിനെയും ശൗലിനെയും നമ്മൾ മനസ്സിലാക്കി. നന്മയുണ്ടായിരുന്ന, ദൈവ കൽപ്പന പ്രകാരം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നവർക്ക് പരാജയങ്ങളും തോൽവികളും ഒക്കെ വന്നെങ്കിലും അതിൽ നിന്ന് കരകയറാനായി ദൈവം കൃപ കൊടുത്തു. എന്നാൽ നന്മയെ ഇഷ്ടപ്പെടാത്ത ആ വ്യക്തികൾക്ക് അവരുടേതായ പാപത്തെക്കുറിച്ച് പല പ്രാവശ്യം ബോധം വന്നിട്ടും അതിൽ നിന്ന് കരകയറാൻ അവർക്ക് സാധിച്ചില്ല. പാപം അവരെ പിടിച്ചടക്കി അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു. അപ്പോ ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം മനുഷ്യനോട് പറയുന്നു, നന്മയും തിന്മയും ഇരിക്കുന്നു, നീ നന്മ മാത്രം തിരഞ്ഞെടുക്കണം, തിന്മയിലേക്ക് പോകരുത്. അതാണ് നന്മ ചെയ്യുന്നു. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നന്മയുള്ളവരാകുക മാത്രമല്ല, നന്മയെ മറ്റുള്ളവരിലേക്ക് നൽകുന്നവരുമാകണം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. മതി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കി. അവനോട് പറയുന്ന 2 കാര്യങ്ങളാണ്. 1, നീ ഈ തോട്ടത്തിൽ വേല ചെയ്യണം. 2, അതിനെ കാക്കണം. അതിൽ 3-ാമത്തെ കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അതിൻ്റെ 17-ാമത്തെ വാക്യം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കണ്ടോ? നീ നന്മ മാത്രമേ ചെയ്യാവൂ, തിന്മ എടുക്കരുത്. തിന്മ വന്നാൽ നീ മരിക്കും, നീ പരാജയപ്പെട്ടു പോകും. നമ്മളത് ആദ്യം ചിന്തിച്ചു. ഇനി അപ്പം നന്മ ചെയ്യുന്നവൻ അടുത്ത് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഈ തോട്ടത്തിൽ വേല ചെയ്യണം, ഈ തോട്ടത്തെ കാക്കണം. ഇനി തിന്മ ചെയ്യുന്നവനും വേണമെങ്കിൽ ഇത് 2 ചെയ്യാം, പക്ഷേ അവൻ്റെ പ്രവൃത്തി ശരിയാകത്തില്ല. തിന്മ ചെയ്യുന്നവനായിരുന്നു യൂദാ ഇസ്കാരിയോത്ത്. അവനും ഈ തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തി എന്തായില്ല? ഫലപ്രദമായില്ല. അവനും ഗുണമായില്ല, അവൻ നിമിത്തം മറ്റുള്ളവർക്കും അത് ഗുണം. അപ്പം നന്മയുള്ളവൻ വേണം അടുത്ത ഉത്തരവാദിത്വത്തിലേക്ക് വരാൻ. നന്മ തിരഞ്ഞെടുത്തവൻ വേണം, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവൻ വേണം അടുത്ത ഭാഗത്തേക്ക് വരാൻ. ഈ തോട്ടത്തിൽ എന്ത് ചെയ്യണം? വേല ചെയ്യണം. അതിനെ 2 അർത്ഥം ഞാൻ കൽപ്പിക്കുന്നു, ശ്രദ്ധിക്കും. 1, ഈ തോട്ടം ഈ സകല ഭൂമിയെയും കാണിക്കുകയാണ്. എത്ര മനോഹരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന് വേണ്ടുന്നതൊക്കെ ഈ ഭൂമിയിൽ ദൈവം കരുതിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതിനെ എന്ത് ചെയ്യണം? വേല ചെയ്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതിനെ വയ്ക്കണം. സ്വാർത്ഥരാകരുത്, എനിക്ക് മാത്രമെന്നുള്ള ചിന്ത വരരുത്. ഈ തോട്ടം എല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കിയതാണ്. ആ ബോധ്യത്തിൽ നമ്മൾ ഇതിനകത്ത് വേല ചെയ്യണം. എന്നാൽ ഇന്ന്
ഈ തോട്ടത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ് മനുഷ്യരിൽ നിന്ന് വരുന്നത്. കുറേയൊക്കെ മനുഷ്യൻ ഇന്ന് അതിൽ ബോധവാനായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പലയിടത്തും അതിനെ തകർക്കുന്ന പ്രവണതകൾ നമുക്ക് കാണാം. സ്വാർത്ഥ താല്പര്യം. ഈ തോട്ടം, ആ തോട്ടത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ചിരിക്കുന്ന ഓരോന്നും വെള്ളമുള്ള ഈ സ്ഥലം, ചതുപ്പ് സ്ഥലം, കുന്ന്, താഴ്വര, വയല്, കര, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇടയ്ക്ക് മനുഷ്യന് തോന്നി ഇതൊക്കെ ദൈവത്തിന് പറ്റിയ തെറ്റാണ്, ഈ ചതുപ്പും ഇതൊന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ തോന്നി മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ഓരോ പണികൾ ഇതിനകത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ താളം തെറ്റി. പ്രകൃതിയെ നിലനിർത്താതെ, അതിൽ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ജോലി ചെയ്യാതെ താളം തെറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നിടത്ത് അത് പരാജയമാണ്. ഇന്ന് മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ കൊണ്ട് നമുക്കറിയാമല്ലോ, വാഹനങ്ങളുടെ പുകയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങി, ഡീസൽ വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇനി അടുത്ത ഇലക്ട്രിക് വാഹനങ്ങൾ വേണം. അതിൻ്റെ ഭാരത് സ്റ്റേജ് 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്താ, സർക്കാരിന് എന്ത് കുഴപ്പമുണ്ട്, അവർക്ക് പുതിയ വണ്ടി ഇറക്കാൻ വേണ്ടി എന്നൊക്കെയാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ മലിനമായാൽ അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല. ആഗോള താപനം വർദ്ധിക്കുന്നു, മഞ്ഞുരുകുന്നു, ജലനിരപ്പ് ഉയരുന്നു, മനുഷ്യന് വസിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ഭൂമി മാറുന്നു, വായു മലിനീകരണം ഉണ്ടാകുന്നു. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഭയങ്കര മലിനീകരണമാണ്. ഇവിടെ നിൽക്കുന്ന ആൾക്ക് അപ്പുറത്ത് കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പുകപടലങ്ങളാണ്. ദീപാവലിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ ഈ സമുദ്രം അടുത്തുള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. ഇതൊക്കെ അടിച്ചങ്ങോട്ടങ്ങ് പോവുക. ഇങ്ങനെ വെള്ളം മലിനമാകുന്നു, നമ്മുടെ പ്രകൃതി മലിനമാകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ബോധവാനായിട്ട് അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്ലാസ്റ്റിക്കേ കൊണ്ടുപോകുള്ളൂ. ഇതൊക്കെ സർക്കാരിൻ്റെ എന്തോ വലിയ കാര്യത്തിനെന്നൊക്കെയാണ് നമ്മുടെ അല്ല. ഈ പ്രകൃതി നിലനിന്ന് അടുത്തൊരു തലമുറ ഇവിടെ ഈ ഭൂമുഖത്ത് കാണണമെങ്കിൽ നമ്മളത് ദൈവം വെച്ച വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ഇതിനെ ജീവിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് നമുക്ക് മാത്രമായിട്ട് തന്നതല്ല, നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ തന്നതല്ല. ഈ തോട്ടം ദൈവം മനോഹരമായി ഇത്ര സമൃദ്ധമായി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, പ്രകൃതിയൊക്കെ വെച്ച് അതിൻ്റെതായ സീസണൊക്കെ മാറി മറിഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന ഈ ഭൂമിയെ ദൈവം ഇങ്ങനെ വെച്ചത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതിനെ അങ്ങനെ തന്നെ വേല ചെയ്ത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വേല ചെയ്യണം. എന്തിനു വേല ചെയ്യണം? അതിൽ നിന്നുള്ള നന്മ അനുഭവിക്കുകയും വേണം, അതിനെ നിലനിർത്തുകയും വേണം. ശരി, അതൊന്ന് ആ ഭാഗം ഞാൻ വിടുന്നു. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. ദൈവസഭ എന്നുള്ളതൊരു തോട്ടമാണ്. തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ കൂട്ടം നിറഞ്ഞതാണ് ഈ ദൈവസഭ, ഈ തോട്ടം. ഇത് അനേകര് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അനേകര് വില കൊടുത്ത് രക്തം നൽകി അവരുടെ സമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്തൊക്കെ ഇതിനെ ആരംഭിച്ച് ഇങ്ങനെ പരിപാലിക്കപ്പെട്ടുകൊണ്ട് പോകുന്നതാണ് ഈ ദൈവസഭ. ഒരു ആഗോള ദൈവസഭയുണ്ട്. വിശുദ്ധന്മാർ മാത്രമുള്ള, ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ മാത്രമുള്ള ഒരു ദൈവസഭയുണ്ട്. അതവിടെ നിന്നോട്ടെ. അല്ലാത്ത ഓരോ ഇടങ്ങളിലുമുള്ള ഓരോ തോട്ടങ്ങളുണ്ട്. എഫെസോസിലെ സഭ, പെർഗമോസിലെ സഭ, ഇതുപോലെ ഒരു സഭയാണ് ചാലക്കുഴി സഭ. ഒരു തോട്ടം. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു തോട്ടം, ഒരു സംഘടന, ഒരു തോട്ടം. അത് സ്ഥാപിക്കാൻ ഒരാൾ വേണം,
അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്ന കുറേ അധികം പേരുണ്ടാകണം, അതിന് ചുമല് കൊടുക്കുന്ന കുറേ പേരുണ്ടാകണം. അങ്ങനെ ഒരു കൂട്ടം പേരുടെ കണ്ണുനീരും അധ്വാനവും വിയർപ്പും കൊണ്ടാണ് ഒരു പ്രസ്ഥാനം, ഒരു തോട്ടം മുന്നോട്ട് പോകുന്നത്. ആ തോട്ടം ദൈവത്താൽ സ്ഥാപിതമായതാണ്. മനുഷ്യൻ്റെതായ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട്. ഇതിനകത്ത് വിശുദ്ധന്മാർ മാത്രമല്ല, എല്ലാവരുമുണ്ട്. വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധരായി തീരാനുള്ളവരുണ്ട്, പാപികളുണ്ട്, പിന്നെ വിശുദ്ധരായിട്ട് പിന്മാറ്റത്തിൽ പോയവരുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉള്ളതാണ് ഈ ദൈവസഭ, ഈ തോട്ടം. എന്നാൽ എല്ലാ വ്യക്തികളുടെയും ലക്ഷ്യം ദൈവരാജ്യത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? മനസ്സിലാകുന്നുണ്ടോ? പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, വിശുദ്ധിയായി ജീവിക്കണം, ഇങ്ങനെ തുടങ്ങി അതിന് വേണ്ടുന്ന ആ പരിരക്ഷണം കൊടുത്ത് അതിന് വേണ്ടി വേല ചെയ്ത് ആ ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവസഭ. അപ്പോൾ ഞാനും നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? വേല ചെയ്യുന്നു. നമ്മളെ ഈ തോട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഈ തോട്ടത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വേല ചെയ്യണം. എന്തിന് വേല ചെയ്യണം? ഈ തോട്ടം നമുക്ക് ഉപകാരമായി മാറണം. ഇവിടെയുള്ള ആത്മീയ വിഷയങ്ങൾ, ഇവിടെയുള്ള പാട്ട്, ദൈവസഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇവിടെ കേൾക്കുന്ന ആലോചനകൾ, ഇവിടെ കിട്ടുന്ന ഉപവാസ പ്രാർത്ഥനകൾ, ഇവിടെ കിട്ടുന്ന മറ്റെല്ലാ ഫെസിലിറ്റികളും എന്നെ ദൈവരാജ്യത്തിന് പ്രാപ്തനാക്കണം. ഹല്ലേലൂയ! എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനായി മാത്രം സ്ഥാപിക്കപ്പെട്ടതല്ല. നേരത്തെ മുമ്പ് നമ്മുടെ ദൈവദാസൻ നമ്മുടെ കൺവെൻഷന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അനീഷ ഏലപ്പാറ എന്ന് പറയുന്ന ദൈവദാസൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അറിയാമോ? പിന്നെ എതുക്ക് വന്നോ? മനസ്സിലായോ? എടാ, അവിടെ അടക്ക് നടത്തൂലേ? അവിടെ കല്യാണം നടത്തൂലേ? അവിടെ ശിശുപ്രതിഷ്ഠ നടത്തൂലേ? പിന്നെ എതുക്ക് ഇങ്ക വന്ന്? അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്നതെന്തിനാണ്? അവിടെ ഒന്നുമില്ലാത്ത മറ്റൊന്ന് ഇവിടെയുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ! അവിടെയൊന്നും ലഭിക്കാത്ത, അവിടെയൊന്നും കിട്ടാത്തതായ ഒരു ക്രമീകരണം ഇതിനകത്തുണ്ട്. ദൈവരാജ്യത്തിനായി ജനത്തെ ഒരുക്കുന്ന, അതിനു വേണ്ടി ആലോചന കൊടുക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു തോട്ടമാണിതെന്ന് കണ്ടിട്ടാണ് അത് വേണ്ടെന്ന് വെച്ച് ഞാനും നിങ്ങളുമൊക്കെ ഇതിനകത്തേക്ക് കയറി വന്നത്. ഈ തോട്ടം അതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. ദൈവസഭയാകുന്ന തോട്ടം. അതിനകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായ ജോലിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അറിഞ്ഞ ഈ സന്ദേശം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിനെന്ത് വില കൊടുക്കാൻ പറ്റും? ദൈവമക്കളെ, ഇരുട്ടിൽ കിടന്ന നമ്മുടെ ഭാരതം വെളിച്ചം കണ്ടതുണ്ടല്ലോ, ഈ സുവിശേഷം നിമിത്തമാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്ത് ഇവിടെ തമ്മിൽ തല്ലി തീരാനായിരുന്ന ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് ഒരു ഭരണഘടന കൊണ്ടുവന്ന്, ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന് ഈ പുസ്തകം കൈ കൊടുത്തത് സുവിശേഷമാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാം? അല്ലെങ്കിൽ സതി പോലെയുള്ള ദുരാചാരങ്ങളൊക്കെ വന്നു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നാട്ടുരാജാക്കന്മാർ തമ്മിൽ തല്ലി ഇവിടെയെല്ലാം തീർന്നേനെ. മിക്കവാറും ഇവിടുത്തെ പട്ടണങ്ങളൊന്നും ഇവിടെ കാണാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് വൈരാഗ്യമകത്ത്. ഇടയ്ക്ക് മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ പറഞ്ഞൊരു സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹത്തെ മധുരയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ അവര് ഈ മനുഷ്യ മലം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് കുത്തിയിറക്കി. ഇങ്ങനെ എറിഞ്ഞതല്ല, വായി തുറന്നു വെച്ചും ഇത് പിടിച്ചിങ്ങനെ അകത്തോട്ട് കുത്തി ഇറക്കിക്കളഞ്ഞു. അത്രയ്ക്ക് വേദന ആ മനുഷ്യൻ അവിടെ അനുഭവിച്ചു.
ആ മിഷണറി ട്രിപ്പ് കഴിഞ്ഞു. അദ്ദേഹം അടുത്ത പ്രാവശ്യവും ആ ദേശത്തൂടെ പോയി. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഗ്രാമം സുവിശേഷീകരിക്കാൻ നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത വിലയാണ്. സ്തോത്രം. അനേക പാട്ടുകൾ എഴുതിയ, നമ്മളിന്ന് പാടുന്ന പല പാട്ടുകളും തൻ്റെ അനുഭവത്തിൽ നിന്നും രചിച്ചതാണ്. അദ്ദേഹം പറയുന്നു, എത്രയോ പറ നെല്ല് കിട്ടുന്ന പുരയിടങ്ങൾ തനിക്കുണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അതെല്ലാം എഴുതി കൊടുത്തു. അവസാനം തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ തൻ്റെ ഭാര്യ പ്രയാസപ്പെടുമ്പോൾ, കാരണം ഇല്ല, പാലില്ല, കുഞ്ഞിനും കുടിക്കാനില്ല, വല്ലതും ഭാര്യ കഴിച്ചെങ്കിൽ, അമ്മ കഴിച്ചെങ്കിലല്ലേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റൂ. ഇത്രയും വസ്തുവക ഉണ്ടായിരുന്ന ആ പിതാവ് അന്ന് തൻ്റെ ഭാര്യയോട് പാടിയ പാട്ടാണ്, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ഭാര്യയെ എന്ന് പറയും. അതിൻ്റെ വരികളൊക്കെ എത്ര അർത്ഥവത്താണ്. അങ്ങനെ ആ ദൈവദാസൻ അടുത്ത പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ആ ഗ്രാമം അവിടെ ഇല്ല. മനസ്സിലായി? ഒറ്റ മനുഷ്യൻ പോലും ആ ഗ്രാമത്തിലില്ല. ദൈവദാസൻ ചോദിച്ചു, എന്തു പറ്റി, ഗ്രാമത്തിലാരും കാണുന്നില്ലല്ലോ? അന്നേരം അവിടെ നിന്ന് കിട്ടിയ മറുപടിയാണ്, ഈ ഗ്രാമവും അടുത്ത ഗ്രാമവും തമ്മിൽ ശത്രുക്കളാണ്. ആ ഗ്രാമക്കാർ വന്ന് ഇവരെല്ലാം തീയിട്ട് കൊന്നു കളഞ്ഞു. ഒരു ഗ്രാമം തന്നെ വാനിഷായിപ്പോയി. പക അതിനെ കൊന്നുകളഞ്ഞു. ഇതുപോലെയായിരുന്നു നമ്മുടെ ഇവിടെയെല്ലാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി ഇതിനെല്ലാം ഒരുമിപ്പിച്ച് ഒരു സംസ്ഥാനമാക്കി, ഒരു രാജ്യമാക്കി, തമ്മിൽ തല്ലാത്ത രീതിയിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ഭാരതം എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരിച്ചിരിക്കുക. ഇതിനാദ്യം നന്ദി പറയേണ്ടത് ആരോടാണ്? ദൈവത്തോട്. പിന്നെ ഇനി അടുത്ത് പറയുന്ന ശ്രദ്ധിക്കും. അന്ന് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിരുന്നു ബ്രിട്ടൻ, UK. അവിടെ നിന്ന് ആ നല്ല മനുഷ്യർ ഇവിടെ വന്ന് ഇവിടെയുള്ളവരോട് ചേർന്ന് താമസിച്ച് ഇവിടത്തെ ഇരുട്ടിക്കിടന്ന് നമുക്ക് വെളിച്ചം തരാൻ വേണ്ടി അവരെടുത്ത ചുവടുവയ്പ്പാണ് നമ്മൾ വെളിച്ചം കണ്ടത്. ഈ തോട്ടത്തിൽ വേല ചെയ്യാൻ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? അനേകർ അവരുടെ സൗകര്യങ്ങൾ, അവരുടേതായ ലോകത്തിൽ അവരുടെ സന്തോഷത്തിനായി ചെലവിടാമായിരുന്ന അനുഭവങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് എത്രയോ മിഷണറിമാർ. ഒറീസയിൽ പോയ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം നമുക്കറിഞ്ഞൂടെ? ഒരു വണ്ടിക്കകത്തിട്ട് ചുട്ടുകൊന്ന ആ ഭക്തൻ്റെ അനുഭവം ഇന്നും നമുക്ക് നമ്മുടെ രാജ്യത്തിനൊരു തീരാ കളങ്കമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ! അങ്ങനെ ജീവൻ കൊടുത്തും വില കൊടുത്തും സമ്പത്ത് കൊടുത്ത് ഈ തോട്ടത്തിൻ്റെ നന്മ അനുഭവിക്കുക മാത്രമല്ല, അനുഭവിച്ച നന്മ അതില്ലാത്തവരിലേക്ക് പകരണം, അതിനെ അറിയാത്തവരിലേക്ക് പകരണം എന്നുള്ളതായ ഒരു ചിന്ത ഈ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങും ഇങ്ങും ഒക്കെയായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വേല ചെയ്യണം, വേല ചെയ്യണം. എത്ര പേർക്ക് ആ ഉത്തരവാദിത്വം ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? വേല ചെയ്യണം. നാം അത് അനുഭവിച്ചാൽ മാത്രം പോരാ, ഇത് അനുഭവിക്കാത്ത ഇരുട്ടിൽ കിടക്കുന്ന അനേകരും നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ കാര്യത്തിനായി നമ്മൾ വേല ചെയ്യണം. ആ ഉത്തരവാദിത്വം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത് ഏറ്റെടുത്തത് നമ്മുടെ മലയാളികളാണ്. എവിടെ ചെന്നാലും ഈ പുസ്തകം പിടിച്ചു നിൽക്കുന്ന കുറേ ദൈവദാസന്മാർ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഇന്നയാൾ ഭരിക്കുന്നുണ്ടെന്നുമല്ല. ഇവിടെ നിന്നൊരു കൂട്ടം ദൈവമക്കൾ
പല ഭാഗങ്ങളിൽ ഈ വെളിച്ചം കൊടുക്കാനായി പോവുകയും പ്രൈസ് ദി ലോർഡ് ആ ദൈവദാസന്മാരെയും ദൈവവേലയും കൈത്താങ്ങുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ദൈവസഭകളൊക്കെ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് കൊണ്ട് ഈ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആ തിരിച്ചറിവ് എത്ര ദൈവമക്കൾക്കുണ്ട്. ഹല്ലേലൂയ! എത്ര പേർ ഏറ്റെടുത്തെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഈ തോട്ടത്തിൽ വേല ചെയ്യണമെന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യമാണ്. ചിലരെ മിഷണറിമാരായി പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, നാം തന്നെ നമുക്ക് ദൈവം നൽകിയ താലന്തുകളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കണം. പാട്ട് പാടാനായി അവസരമുണ്ടോ? പ്രാർത്ഥിക്കാൻ അവസരമുണ്ടോ? പ്രസംഗിക്കാൻ അവസരമുണ്ടോ? സാക്ഷ്യം പറയാനായിട്ടുള്ളതായ ആ കൃപ ദൈവം തന്നിട്ടുണ്ടോ? ഒരാളോട് വ്യക്തിപരമായി യേശുവിനെ കുറിച്ച് പറയാൻ ദൈവം ജീവിതത്തിൽ നൽകിയ അനുഭവത്തെ മറ്റൊരാളോട് പറഞ്ഞ് ഈ വെളിച്ചം അവരിലേക്ക് പകരാൻ ഇങ്ങനെ ഏതാണോ ദൈവം നൽകിയ താലന്ത്, ആ താലന്ത് ഈ വേല ചെയ്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണം. മിണ്ടാതിരിക്കരുത്. ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് പാട്ടുപാടി ഇവിടെയുള്ള നന്മ അനുഭവിച്ച് മാത്രം പോകാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചത്. നാം ഇതിനകത്ത് വേല ചെയ്യണം. വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവസഭയുടെ വളർച്ചയ്ക്കായി, ജനം ദൈവരാജ്യത്തിലെത്തേണ്ടുന്നതിന് വേണ്ടി വേല ചെയ്യണം. ഇനി അല്ലാത്ത വേലകളൊന്നും ചെയ്യരുത്. ഇന്ന് ദൈവസഭ സമൂഹത്തിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ കയറി ഇറങ്ങുന്നു. ഇതൊന്നും ഇതിനു വേണ്ടി വില കൊടുത്ത പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് സ്തോത്രം പറയാം? വേല ചെയ്യണം, വേല ചെയ്യണം. വേല ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വേല ചെയ്യണം, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വേല ചെയ്യണം. നമ്മൾ ഒന്നിച്ച് വേണം ഈ ദൈവത്തിൻ്റെ നാമത്തെ എന്ത് ചെയ്യാൻ? എങ്ങനെയെങ്കിലും അനേകർ കർത്താവിനെ അറിയണം നമ്മുടെ പ്രവർത്തനം കൊണ്ട്. എങ്കിലേ അടുത്തൊരു തലമുറ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയാകുന്ന തോട്ടം നമുക്ക് വേണ്ടി മാത്രമല്ല അടുത്തൊരു തലമുറയ്ക്കുള്ളതാണ് എന്ന് പറയുന്നത് പോലെ അടുത്തൊരു തലമുറ നമ്മുടെ സഭകളിൽ വന്നിരുന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെങ്കിൽ നാം ഇത് സത്യത്തിൽ വിതയ്ക്കണം. ഇതൊക്കെ വെറും കളിപ്പീരാണ്, ഇതൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ അകത്തവർക്ക് തോന്നിയാൽ പിന്നെ ഇവരെ ആരെയും പിന്നെ കിട്ടത്തില്ല. സത്യം മാത്രമേ ഉണ്ടാകാവൂ, സത്യം മാത്രമേ വിതയ്ക്കാവൂ, ദൈവമഹത്വത്തിന് ചേരുന്നത് മാത്രമേ വിതയ്ക്കാവൂ, ദൈവം മാത്രമേ മഹത്വപ്പെടാവൂ. അങ്ങനെ ആണെങ്കിലേ ഇതിനൊരു നിലനിൽപ്പുണ്ടാവൂ. അത് ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മൾ ഒരുമിച്ച് വിചാരിക്കണം. വേല ചെയ്യണം. ഇതിന് വേല ചെയ്യണം. ദൈവനാമം മഹത്വപ്പെടാനായി ഞാൻ വേല ചെയ്യണം. ഒരാൾ യേശുവിനോട് അടുക്കാനായി ഞാൻ വേല ചെയ്യണം. ഒരാൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനായിരിക്കണം എൻ്റെ വേല. എത്ര പേർക്ക് സ്തോത്രം പറയാം? അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ള വ്യക്തികളാണ് പാസ്റ്റർ മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. ഞാൻ ആ ഉത്തരവാദിത്വം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ദൈവം നോക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്വാർത്ഥ താല്പര്യക്കാരുണ്ട്. യൂദാ ഇസ്കാരിയോത്തിനെ പോലെ സാമ്പത്തിക പ്രശ്നങ്ങളിലുള്ളവരുണ്ട്. അല്ലാതെ മറ്റു പല വിഷയങ്ങളിൽ തൽപരരായവരുണ്ട്. പിന്നെ എല്ലാം ഈ ലോകത്തിൽ കാണുന്നതൊക്കെ മിക്കവാറും എല്ലാം എവിടെയും കാണും. ഇതിന് കാരണം ഇവർ അങ്ങനെയുള്ള ആ കാണുന്ന മനുഷ്യരാണല്ലോ ഇവിടെയുള്ളത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? അവിടെയുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെയും. അപ്പം അതിൽ നിന്ന്
ശരിക്കും നമ്മൾ മാനസാന്തരപ്പെട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നടക്കുന്നവരാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും പിശാചിന് എന്ത് ചെയ്യാം? ആരെയും തെറ്റിക്കാം. ഒരാളെന്നല്ല, ആരെയും തെറ്റിക്കാം. നമ്മളൊക്കെ ജാഗരൂകരായിരിക്കണം. അവൻ തെറ്റി ഇവൻ തെറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ ഞാൻ തെറ്റുന്നു എന്നാണ് നോക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തെറ്റാതെ നിൽക്കണം. കാരണം ഇത് ഭയങ്കര വല്ലാത്തൊരു സ്ഥലമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള വഴി പറയുന്ന ഇടത്ത് അങ്ങനെയുള്ള പ്രസംഗകരെയൊന്നും ആർക്കും വേണ്ട. മറ്റേത് ഇങ്ങനെ എല്ലാത്തിൻ്റെയൊക്കെ തലങ്ങൾ മാറിപ്പോയി. ദൈവമക്കളെ, കേൾവിക്കാരുണ്ടെങ്കിലേ പറയാൻ ആളുണ്ടാവൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് നിരക്കാത്ത ഒന്നിനെയും നീ പ്രോത്സാഹിപ്പിക്കരുത്. ഏതുപദേശമായാലും ഏത് തരത്തിലുള്ള കാര്യമായാലും അതിനെ ഒന്നും നീ പ്രോത്സാഹിപ്പിക്കരുത്. അതൊക്കെ ദൈവസഭയ്ക്ക് കേടുപാടുകൾ വരുത്തും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പലതരത്തിലുള്ള ഇതിനകത്ത് കടന്നുകൂടിയ തലങ്ങൾ ദൈവമക്കൾ തിരിച്ചറിഞ്ഞു. ഈ കളകൾ ഇതിനകത്തുണ്ട്. യേശു തന്നെ പറഞ്ഞതാണ്. എന്നാൽ യേശു തന്നെ പറഞ്ഞു, അതെന്ത് ചെയ്യട്ടെ? കൊയ്ത്തോളം വളരട്ടെ. അന്ന് ഞാൻ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യാം? കണ്ടോ? അപ്പോൾ ഇത് രണ്ടും എല്ലാം ഇതിനകത്തുണ്ട്. ഈ തോട്ടത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. എൻ്റെ ഉത്തരവാദിത്വമാണ് നല്ലതേതാണ്, കള ഏതാണ്, ഇതിൽ തമ്മിൽ തിരിച്ചറിഞ്ഞ് ഞാൻ അവിടെ എത്താനുള്ള വഴി ഞാൻ നോക്കിക്കോണം. ഞാൻ വീഴാതെ വണ്ണം ഞാൻ നിന്നോണം. സാഹചര്യം ഒരല്പം സമ്മർദ്ദം കൂടുതൽ വന്നാലുണ്ടല്ലോ, നമ്മൾ തെറ്റിപ്പോവും. നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. സഹോദരൻ, ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര വിശുദ്ധനാണെങ്കിലും എത്ര വർഷം നിങ്ങൾ ദൈവവേല ചെയ്ത ഒരു ദൈവദാസനായി മാറിയാലും പാപത്തെ ഭയപ്പെട്ടോണം. കാരണം പാപത്തിൻ്റെ വിത്ത് നിങ്ങളുടെ രക്തത്തിൽ എന്ന് മരിക്കുന്നത് വരെ ഉണ്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? മരിക്കുന്നത്. എത്ര ഭയങ്കര വിശുദ്ധനായിരിക്കാം, 40 ദിവസം ഉപവാസം എടുത്ത ആളായിരിക്കാം, എല്ലാ വർഷവും 40 ദിവസം ഉപവസിക്കുന്ന ആളായിരിക്കാം, ഗംഭീര പ്രസംഗകനായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ പാപത്തെ ഭയപ്പെട്ടോണം. കാരണം ഇതിന് ശരീരത്തിൽ അതിൻ്റെ വിത്തുണ്ട്. അതിനെ മുളയ്ക്കാൻ അനുവദിക്കുക മാത്രം ചെയ്യരുത്. ഇത് ഉണക്ക വിത്തായിരുന്നാൽ എന്ത് ചെയ്തോളും? അവിടെ ഇരുന്നോളും. വിത്തിൻ്റെ ഒരു ഗുണമാണത്. വെള്ളം കിട്ടിയില്ല, സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? അത് വിത്തായിട്ട് തന്നെ ഇരുന്നുള്ളൂ. എവിടെയെങ്കിലും ഒരല്പം നനവ് കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരല്പം വെളിച്ചം കിട്ടിയാൽ ഇത് മുളയ്ക്കും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പാപത്തിൻ്റെ വിത്ത് മുളയ്ക്കാനുള്ള വെളിച്ചം നീ കൊടുക്കരുത്. പാപത്തിൻ്റെ വിത്ത് മുളയ്ക്കാനുള്ളതായ നനവ് നീ കൊടുക്കരുത്. ഹല്ലേലൂയ! അത് ഭയാനകമാണ്, അത് മരണം വരുത്തുന്നതാണ്. ആകയാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അതിനെ വേണം ഭയപ്പെടാൻ. ഭയത്തോടെ കഴിക്കണം. നമ്മൾക്ക് മിടുക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഈ ജയിലിലൊക്കെ പോയി നിൽക്കുന്നവരൊക്കെ ചിലരൊക്കെ അബദ്ധവശാലൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ പെട്ടതിനകത്ത് കിടക്കുന്നവരാണ്. പിന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ ഇതുവരെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അങ്ങനെയുള്ളതൊന്നും ചെയ്യാനുള്ള അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് വേണം എന്ന് പോകാൻ. പിന്നെ ഒരു തെറ്റും ഇല്ലാതെ പോയി കിടക്കുന്നവനുമുണ്ട്. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തവൻ ബാക്കിലിരുന്ന് മറ്റേ കഞ്ചാവും കൊണ്ടുപോയി വഴി വെച്ച് പോലീസ് പിടിച്ച് അവനെ പിടിച്ചകത്തിട്ട് അവനും പകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെയും പെടുത്താത്തതിനായിട്ട് സ്തോത്രം. എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ചുമ്മാ അവരടി കൊടുത്ത് കുഴഞ്ഞു വീണ് മരിച്ചു, തീർന്നില്ലേ? കൊല്ലണമെന്ന് വിചാരിച്ചതുമില്ല. സ്തോത്രം. ഇങ്ങനെ ദൈവം കാക്കുന്ന വിധങ്ങളൊന്നും പറയാൻ പറ്റുന്നതിനും അപ്പുറമാണ്.
അപ്പം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ, കരുണ, അത്രയും മാത്രമേ ഉള്ളൂ. പുകഴാനോ ഉയരാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഈ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമേ അന്ത്യം വരെ ഇങ്ങനെ നിൽക്കാൻ എന്നെ എന്ത് ചെയ്യണമേ, സഹായിക്കണമേ. എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്? അന്ത്യം വരെയും അങ്ങനെ തന്നെ ഈ തോട്ടത്തിൽ നിൽക്കാൻ എനിക്ക് കൃപ തരണമേ നാഥ. ഈ ലോകത്തിന്റെ ഒരു നന്മയും കിട്ടിയില്ല എങ്കിൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് വേണം ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. പാപമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള വേല, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ അകത്തുണ്ടാകണം. ദോഷത്തിന്, തിന്മയ്ക്ക്, കളവിന്, ഭോഷ്കിന് ഞാൻ പ്രോത്സാഹനം കൊടുക്കുന്ന വ്യക്തിയാകരുത്. കണ്ടില്ലെന്ന് നടിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് വേല ചെയ്യുന്നത്, ഈ നന്മ ദൈവം നമുക്ക് തന്നത്, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. വേല ചെയ്യണം. രണ്ടാമത്തെ ഒരു ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇതിനെ എന്ത് ചെയ്യണം, കാക്കണം. വേല ചെയ്താൽ മാത്രം പോരാ, ഇത് കാക്കണം, കാക്കുക, കാവൽ ചെയ്യുക. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ആ വാക്ക് അവിടെ കൊടുക്കുമ്പോൾ ആരതിനകത്ത് കയറാനാണ്? എന്തിൽ നിന്ന് കാക്കാനാണ്? പാപം കയറി വരാതെ കാത്തോണം. വാക്ക് മനസ്സിലായോ? ആ തോട്ടത്തിനകത്തേക്ക് പലതരത്തിൽ കയറി വരാൻ വെമ്പൽ നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അത് വരാതെ നീ എന്ത് ചെയ്തോണം? അവൻ വരും, പക്ഷെ അതിൽ നിന്ന് നീ തോട്ടത്തെയും നിന്നെയും എന്ത് ചെയ്യണം? കാക്കണം. അവനെ അത് വരാൻ തക്കവണ്ണം അനുവാദം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവൻ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഏതേൻ തോട്ടത്തിനകത്ത് ഇവൻ കയറിയെങ്കിൽ എവിടെയും ഇവൻ എന്തു ചെയ്യും? കയറും. ദൈവം അനുവദിക്കുന്ന സ്ഥലത്തൊക്കെ കയറും. പക്ഷേ അവനെ അതിൻ്റെ പടിക്ക് പുറത്ത് നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തിന്മകളെ അകറ്റി നിർത്തേണ്ട ഇടത്ത് വാതിൽ തുറന്നിട്ട് കൊടുത്താൽ ദൈവമക്കളെ, അടുത്തൊരു തലമുറയോട് നമ്മൾ മാപ്പ് പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? സത്യം മാത്രമേ വിതയ്ക്കാവൂ, നന്മ മാത്രമേ വിതയ്ക്കാവൂ. ദൈവസന്നിധിയിൽ ദൈവസഭയുടെ നിലനിൽപ്പിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും ചേരുന്ന പ്രവൃത്തികൾ മാത്രമേ നമ്മിൽ നിന്നുണ്ടാകാവൂ. മറ്റുള്ളവരിൽ നിന്നുണ്ടാകാൻ നമ്മൾ അനുവദിക്കാവൂ. എല്ലാം ചേർന്ന് പോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത, ഇത് കാക്കാനായി എന്നെ ഏൽപ്പിച്ച എൻ്റെ ഉത്തരവാദിത്വത്തിന്മേലുള്ള ഒരു അപജയമാണ്. സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുടുംബം എങ്ങനെയാണോ, നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ, മറ്റൊരാൾ അതിനെ വഴി തെറ്റിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ കുഞ്ഞ് അതുവഴി നടന്നു പോകുമ്പോൾ ആ കുഞ്ഞിനെ തെറ്റിക്കാനായി ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിനെ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുമോ, അതുപോലെ തന്നെയാണ് ദൈവസഭ. ഏത് വിപത്തുകളും അകത്ത് കയറാതെ, ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേരാത്ത ഒരു പ്രവൃത്തിയും ഉണ്ടാകാതെ ഈ ദൈവസഭയാം തോട്ടത്തെ ഉപദേശ വിഷയത്തിലും ദുരുപദേശങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കാൻ പോവുകയാണ്. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ശരിയാണെന്നൊന്നും ധരിക്കരുത് കേട്ടോ. അതുകൂടെയൊക്കെ നിങ്ങൾ നോക്കിക്കോണം. ആ ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ചില തലങ്ങളിലൊക്കെ എന്ത് വരാം, വ്യത്യാസങ്ങൾ വരാം. അതിനെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ കയറി എഴുന്നേറ്റ് നിന്നിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയില്ല. അതൊരു
ദൈവസഭയ്ക്ക് യോഗ്യമായിരിക്കുക. പിന്നെ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ആഴ്ചത്തെ ആരാധനയിലോ അടുത്ത പ്രാർത്ഥനയിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, അങ്ങനെയുള്ള ഒരു കാര്യം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരുത്തേണ്ട കാര്യത്തെ തിരുത്തിയെന്ന് വരാം. പക്ഷേ കേൾക്കുന്ന എല്ലാത്തിനും ചെവി കൊടുക്കരുത്. ചില ദൈവദാസന്മാർ പ്രവചിച്ചെന്ന് വരാം, വെളിപ്പാട് പറഞ്ഞെന്ന് വരാം. വേണ്ടുന്നത് ഏറ്റെടുക്കണം. ദൈവസഭയ്ക്ക് ഗുണകരമായതും നിലനിൽപ്പിനുള്ളതും ഏറ്റെടുക്കണം, അല്ലാത്തതിനെ വിട്ടുകളയണം. നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ ഈ തോട്ടത്തിൽ വേല ചെയ്യുകയും വേണം, ഇതിനെന്ത് ചെയ്യാൻ വേണം. ഇത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ ഇതിനകത്തുള്ള ആളാണ്. അനേകരതിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തിയതാണ്. സ്തോത്രം. പഴയ കാലങ്ങളിലൊക്കെ ഒന്നും എങ്ങനെയല്ല. പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, പഴയ കാലങ്ങളിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ ഇരിക്കാനായിട്ട് കസേരയൊന്നുമില്ല, പായുമില്ല, ഈ ഓലക്കീറെന്ന് പറയും, പണ്ടത്തെ ഓല മടയുന്ന ഓലയുണ്ടല്ലോ, അതിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കും. അതിലുള്ള ഇരിപ്പത്ര സുഖവുമല്ല, ഇടുന്നത് നല്ല പ്രതലത്തിലും അല്ല, നല്ല കല്ലും മണ്ണും ഉള്ള സ്ഥലത്തുമായിരിക്കും. പിന്നെ അത് മണ്ണ് അതിൻ്റെ ഇടയ്ക്കൂടെ മണ്ണ് കയറുകയും ചെയ്യും. ഈ ഓല മടഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ തൽക്കാലത്തേക്ക് ഇരിക്കാനൊരു ഇടം. അപ്പോൾ ഇതിങ്ങനെ അടുക്കി വെച്ചിരുന്നു. അപ്പോൾ കൊണ്ട് കൺവെൻഷൻ നടക്കുകയല്ലേ, വാസ് വിചാരിച്ചതിനെല്ലാം കൂടെ എന്ത് ചെയ്യാം, ഓലക്കീർ അത്രയും നിരത്തിയിട്ടു. അപ്പോഴാണ് ദൈവദാസം വന്നത്. ആരാണ് ഓലക്കീർ എടുത്തിട്ടത്? ഞാനാണ്. ശരി, പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ? ഇല്ല. എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി. നടന്നത് തന്നെ. എല്ലാ കീറും എടുത്തുകൊണ്ട്. തെറ്റോ ശരിയോ? രണ്ടാമത്തത്, ഇങ്ങനെയുള്ള നിയമങ്ങൾ അതിനെ അനുസരിക്കുന്ന ഒരു സമൂഹം. മനസ്സിലായോ? പക്ഷെ ആ ദൈവദാസന്മാരുടേതായ ആ പറച്ചിൽ, ഞാൻ പറഞ്ഞല്ലോ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവർ ആത്മാർത്ഥതയുള്ള വാക്കുകളായിരുന്നു. ആത്മാർത്ഥതയുള്ള ജനം രക്ഷപ്പെടണം, ജനം ദൈവരാജ്യത്തിൽ പോകണം, ജനം രൂപാന്തരപ്പെടണം, അതിന് ആഗ്രഹിച്ചുള്ള പ്രവർത്തനമായിരുന്നു അവരുടേത്. അവിടെയാണ് അതിനെല്ലാം ദൈവം സാക്ഷ്യം കൊടുത്തത്. ഇന്ന് അങ്ങനെയുള്ള ഇതിന് അത്ര നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ഇങ്ങനെ ഇന്നത്തെ ആ രീതിക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ വന്നു കാണും. പക്ഷേ ഞാൻ തന്നെയാണ് എന്നെ സൂക്ഷിക്കേണ്ടത്. ഈ തിന്മ അകത്ത് വരാതെ കാക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വം. 3 കാര്യങ്ങൾ ദൈവമക്കൾ ഓർത്തിരിക്കും. ഒന്ന്, ഈ തോട്ടത്തിൽ നന്മയും തിന്മയുമുണ്ട്. നന്മ തിരഞ്ഞെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യുക എൻ്റെ ഉത്തരവാദിത്വം. 2, ഒരു നന്മയുള്ള സമൂഹം ഉടലെടുക്കാൻ, ഒരു നന്മയുടെ ലോകം ഉടലെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മേലുള്ള ഉത്തരവാദിത്വം എന്താണ്? ഞാൻ പ്രവർത്തിക്കണോ? ഞാൻ പ്രസംഗിക്കണോ? അതിൽ ഞാൻ ചുമല് കൊടുക്കേണ്ടത് ഏത് തരത്തിലാണ്? ആ ഉത്തരവാദിത്വത്തിൽ ഞാനും നിങ്ങളും ചെയ്തേ പറ്റൂ. ഇത് കുറച്ച് ദൈവദാസന്മാരുടെ മാത്രം ജോലിയല്ല. ഈ തോട്ടത്തിനകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അവരവരുടെ മേഖലയിൽ ഈ നന്മയെ, ഈ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. വേല ചെയ്യണം, ഇതിനെ കാക്കണം. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭ എന്ത് ചെയ്യണം? കാക്കണം. ഇതിനകത്ത് തിന്മ കയറാതെ, ഇതിൻ്റെ നിലനിൽപ്പിനെ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് ചേരാത്ത ഒന്നിനെയും പ്രവേശിക്കാൻ അനുവദിക്കാതെ ഇതിനൊരു സംരക്ഷണ ഭിത്തി പോലെ നിന്ന്, ഹല്ലേലൂയ, അടുത്തൊരു തലമുറ കർത്താവിനെ ഉയർത്തി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പ്രാപ്തരാകണം.